നിങ്ങളൊരു റീൽ എടുക്കാൻ പോവുകയാണോ? നല്ല കാര്യം. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു റീൽ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ആ റീല് റീച്ച് ആവാൻ കുറച്ച് പാടാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ നല്ല രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ബെസ്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ഫോർ റീൽസ് എന്ന് യൂട്യൂബ് സെർച്ച് ചെയ്തു. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ തംബ്നെയിൽ വർക്കായി. താങ്ക് യു ഗൈസ്. എന്നെക്കൊണ്ട് വയ്യ. അപ്പോൾ അങ്ങനെയുള്ളൊരു ബെസ്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആപ്പാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു ആപ്പ് നമ്മുടെ VN വീഡിയോ എഡിറ്ററോ അല്ലെങ്കിൽ കൈൻ മാസ്റ്ററോ ലൈറ്റ് മോഷനോ ഒന്നുമല്ല. പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു എഡിറ്റിംഗ് ആപ്പാണ്. നിങ്ങൾ ഈ ആപ്പിൻ്റെ പേര് കേട്ട് ഇതാണോ ആ ഒരു ആപ്പ് നിങ്ങൾ ചോദിച്ചു പോകും. പക്ഷേ ഈ ഒരു ആപ്പിൽ ഇപ്പം കുറേ അപ്ഡേഷൻ കാര്യങ്ങളും വന്ന് കുറച്ചും കൂടി ഫീച്ചേഴ്സൊക്കെ വന്ന് കുറച്ചുകൂടി സെറ്റ് ആയിട്ടുണ്ട്. സോ ആ ഒരു ആപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എൻ്റെ പേര് റിൻഷാദ് TK എന്നാണ്. അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ വീഡിയോയിൽ അങ്ങനെ എൻ്റെ പേര് പറയാറില്ല. എനിക്ക് തോന്നുന്നു ഞാൻ 2-3 കൂടിയാണ് എൻ്റെ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ പേര് റിൻഷാദ്. ഓക്കെ, അറിയാത്തവർക്ക് ഉണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ആ ബെസ്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആപ്പ്, CapCut. ആ ഒരു VPN യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനും അത് യൂസ് ചെയ്യാൻ തന്നെ നെറ്റും വേണം VPNും വേണം നിങ്ങൾ ചോദിക്കും. അതേ ആപ്പ് തന്നെയാണ്. പക്ഷേ നിങ്ങളത് യൂസ് ചെയ്യാൻ വേണ്ടി നെറ്റും VPN ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതില്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിലൊരു ചെറിയ ട്രിക്ക് ഉണ്ട്, ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ ഇവരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു CapCut ബെസ്റ്റ് ആപ്പ് എന്ന് പറയാൻ കാരണം ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് തന്നെയാണ്. ഇതിനകത്ത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് റിവേഴ്സ് ഓപ്ഷൻ ഉണ്ട്. അതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനകത്തുള്ള മെയിൻ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. സോ ഫസ്റ്റാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും, പറയാതെ ബാക്ക്ഗ്രൗണ്ട് വെക്കാം. സോ ആ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറും ചെയ്യാൻ കഴിയുന്നതാണ്. സോ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ ഞാൻ അവസാനം പറഞ്ഞുതരാം. സോ അടുത്തത് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോനകത്ത് ഷേക്കി വീഡിയോ ആണെന്നുണ്ടെങ്കിൽ, അതായത് കുലുക്കങ്ങളൊക്കെയുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള 3 ഓപ്ഷനുകളുണ്ട്, 3 ലെവലുകൾ. അതുപോലെ തന്നെ ഇതിനകത്ത് സ്ലോ മോഷൻ ഉണ്ട്. സ്ലോ മോഷൻ ഇപ്പോൾ ഏത് ആപ്പിലാണ് ഇല്ലാത്തത് നിങ്ങൾ ചോദിക്കും. സാധാരണ എല്ലാ വീഡിയോ എഡിറ്റിംഗ് ആപ്പിലും നിങ്ങൾ സ്ലോ മോഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ നോർമലി എടുക്കുന്ന വീഡിയോ സ്ലോ മോഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയായിരിക്കും. അപ്പോൾ അതൊരു 16 FPS 120 FPS അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ സ്ലോ മോഷനിലൊക്കെ ആക്കിയാലാണ് സ്ലോ മോഷൻ ആവുകയുള്ളൂ. എന്നാലും ഒരു 0.1x ഇട്ടെടുത്ത് സ്ലോ മോഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റോബോട്ട് നീങ്ങുന്ന പോലെ ആവും. അപ്പോൾ അതല്ലാതെ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്മൂത്തായിട്ട് സ്ലോ മോഷൻ ചെയ്യാൻ പറ്റില്ല. ആ ഒരു സ്മൂത്ത് ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നോർമൽ മോഡിലും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ വീനില്ലാത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള കർവ് ടൂൾ ഉണ്ടല്ലോ, പെട്ടെന്ന് സ്പീഡാകുന്ന പെട്ടെന്ന് സ്ലോ ആകുന്ന. സോ അതിനകത്തും ഇത് സ്മൂത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ബട്ടറി സ്മൂത്തായിട്ട് ഇങ്ങനെ നീക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനകത്ത് HSL ടൂൾ ഉണ്ട്. HSL ടൂൾ വെച്ച് ഇപ്പോൾ ഇതെൻ്റെ പച്ച കളറാണെങ്കിൽ ഇത് വേറെ കളറിലേക്ക് മാറ്റാം. ഇതിൻ്റെ സാച്ചുറേഷൻ കുറക്കം കൂട്ടുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ലൈറ്റ്, ആ കളറിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറക്കം കൂട്ടുകയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. സോ അങ്ങനെ HSL ടൂൾ ഉപയോഗിച്ച് കുറേ കാര്യം ചെയ്യാം. അതുപോലെ തന്നെ കേവ് ടൂൾ ഉണ്ട്. കേവ് ടൂൾ വെച്ച് നിങ്ങൾക്ക് കളർ ഗ്രേഡ് നെക്സ്റ്റ് ലെവൽ വരെ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സാധാരണ അഡ്ജസ്റ്റ്മെൻറ്റ് ടൂളും കാര്യങ്ങളും ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എഫക്ട്സുകളാണ്. സാധാരണ നിങ്ങൾ മറ്റ് ആപ്സ് കാണുന്ന പോലെ കണ്ണാപ്പി എഫക്ട്സുകളൊന്നും ഇതിനകത്തില്ല. അതിനകത്തുള്ള സ്റ്റാൻഡേർഡ് എഫക്ട്സുകളാണ്. എന്താ പറയുക, VFX വരെ എന്നൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഹൾക്ക് ഇങ്ങനെ ചൂടാകുമ്പോൾ പച്ച കളർ ആവില്ല, അതുപോലെ തന്നെ നമുക്ക് പച്ച കളർ ആക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ തോറുന്ന ലൈറ്റ്, അങ്ങനത്തെ കുറേ VFX കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള എഫക്റ്റുകൾ ഇതിനകത്ത് കിട്ടുന്നതാണ്. നമ്മൾ പണ്ട് ട്രെൻഡിങ് ആയി കണ്ടുള്ള സംഭവമാണ് 3D സൂം എഫക്റ്റ്. അതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പെൻഡിലും എഫക്റ്റ് ഉണ്ട്, അതായത് ടിൻ 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 എന്നുള്ള. അപ്പോൾ അങ്ങനത്തെ ട്രെൻഡിങ് എഫക്ട്സുകൾ ഇതിനകത്തുണ്ട്. സോ എഫക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവലാണ്. ഇതിനകത്തുള്ള എഫക്റ്റ് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾ ഉപയോഗിച്ച് പോകും. അങ്ങനത്തെ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡീനകത്തുള്ള ഇപ്പോൾ ഔട്ട്ലൈന് ബോഡിയിൽ വെക്കുക, അങ്ങനത്തെ എഫക്റ്റുകൾ, അല്ല ബോഡി എഫക്റ്റുകളും ഉണ്ട്, അല്ലാണ്ട് വേറെ രീതിയിൽ നോർമൽ എഫക്റ്റുകളും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ മുഖത്ത് ആനിമേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് മുഖം ഒരു കാർട്ടൂൺ രൂപം പോലെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫേസ് റീടച്ചിങ് ഉണ്ട്, SFX ഉണ്ട്. സോ അത് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ സാധാ ബേസിക് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത് കൂടി പോകും. അപ്പോൾ നിങ്ങളിപ്പോൾ പറയുന്നത് കേട്ടപ്പോൾ അത് ഭയങ്കര പൊന്തിച്ച് പറയുന്നുണ്ട്, ഇത് സ്പോൺസർഷിപ്പ് ആയിട്ടുകൊണ്ട് നിങ്ങൾ ചോദിക്കും. അതൊന്നുമല്ല, നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബർ ബേസ് കണ്ടാൽ തന്നെ ആയിരിക്കും. ഒരു 500 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പേര് സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ എനിക്ക് എന്തായാലും സ്പോൺസർഷിപ്പ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് വലിയ CapCut പോലത്തെ ആപ്പൊക്കെ. അപ്പോൾ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് നല്ല സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഈ ഒരു ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് ബെസ്റ്റ് ആപ്പ് എന്ന് പറയാൻ പോകും. കാരണം അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഒരു നോർമൽ സാധാരണ ഒരു എഡിറ്റിംഗ് ആപ്പ് പോലെ തന്നെയാണ്. സോ അതാണ്. പിന്നെ ഇതിനകത്ത് ഷോർട്ട് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ലോങ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ച് ലാഗാവും. VN ആണ് ലോങ്ങിനൊക്കെ നല്ലത്. VN പിന്നെ കൈൻ മാസ്റ്ററൊക്കെ ഉണ്ട്. ഇനി ഇതിങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ VPN യൂസ് ചെയ്തിട്ട് ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി CapCut എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ആപ്പ് സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് കൺട്രി ചേഞ്ച് ചെയ്യേണ്ടി വരും. നിങ്ങൾ PUBG ഒക്കെ പണ്ട് ബാനായപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യാറില്ല, ഒരു കൺട്രി മാറ്റിയിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ അധികം അക്കൗണ്ടിൽ നമ്മൾ കൺട്രി കൊടുക്കാറില്ല. ഇനി അഥവാ കൺട്രി കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്താൽ മതി. രണ്ടാമതൊരു അക്കൗണ്ട് എല്ലാവരുടെ ഉണ്ടാവും, അതിനകത്തധികം കൺട്രി കൊടുത്തിട്ടും ഉണ്ടാവില്ല.
അതിനകത്തേക്ക് ചേഞ്ച് ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് CapCut ഡൗൺലോഡ് ചെയ്യുക, പിന്നെ അപ്ഡേഷനൊക്കെ വരുമ്പോൾ അപ്ഡേഷനും ചെയ്യാൻ പറ്റുന്നതാണ് പ്ലേ സ്റ്റോർ ആയതുകൊണ്ട് തന്നെ. ഇനി അങ്ങനെ ഇടങ്ങാറൊന്നും ആണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാമിൻ്റെ, അത് ക്ലിക്ക് ചെയ്ത് ഒരു ചാനലിനകത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ ഈ ഒരു CapCutൻ്റെ ആ ഒരു ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു ഒഫീഷ്യൽ ഞാൻ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത് ഒരു ഫയലാക്കി അതിനകത്ത് ഇട്ടതാണ്. സോ നിങ്ങൾക്ക് അതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേഷൻസ് പ്ലേ സ്റ്റോറിൽ നിന്ന് പിന്നെ കിട്ടുന്നതാണ്. സോ അങ്ങനെയാണ് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇനി ഇതെങ്ങനെ VPN യൂസ് ചെയ്യാതെ ഉപയോഗിക്കാം, അത് വളരെ സിമ്പിൾ തന്നെയാണ്. നമ്മൾ സാധാരണ നമ്മൾ കൈമാസ്റ്ററിനകത്ത് അസിസ്റ്റോർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് അതിനകത്ത് VPN യൂസ് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് എല്ലാ കാര്യം, അതായത് ഇതിനകത്ത് എഫക്ട്സുകൾ ആഡ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ആനിമേഷൻ ഉണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോന് ഇൻ ആനിമേഷനും ഔട്ട് ആനിമേഷനും, ഒരു ഫോണ്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ടെക്സ്റ്റ് എടുക്കുകയാണ്, അതുപോലെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ടെക്സ്റ്റിന് ഇൻ ആനിമേഷൻ ഔട്ട് ആനിമേഷൻ, അതിൻ്റെ ഫോണ്ട്, അതിൻ്റെ സ്റ്റൈല്, അങ്ങനെ. അപ്പോൾ എന്തൊക്കെയുണ്ട് ഫിൽറ്റേഴ്സ്, എഫക്ട്സുകൾ, അതുപോലെ തന്നെ അന്നേരത്തെ പറഞ്ഞ പോലെ സൗണ്ട് എഫക്ട്സ്, ഫേസ് റീടച്ചിങ്, ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് എഫക്ട്സുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ വേണ്ടതൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് ക്ലോസ് ചെയ്ത് കളയുക, VPN ഓഫാക്കുക, നെറ്റ് ഓഫാക്കി ചെയ്തിട്ട് നിങ്ങൾ CapCut ഓൺ ആയി കഴിഞ്ഞാൽ ആ ഡൗൺലോഡ് ചെയ്തത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, ഡൗൺലോഡ് ആകാത്തത് അങ്ങനെ തന്നെ ഉണ്ടാവും. സോ അങ്ങനെയാണ് സംഭവം. ബേസിക്കലി നമ്മൾ കൈമാസ്റ്ററിനകത്ത് VPN ഉപയോഗിച്ചിട്ട് അസിസ്റ്റോർ ഉപയോഗിക്കുന്ന ആ ഒരു സംഭവം തന്നെയാണ് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഭവങ്ങളുള്ളത്. ഇനി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ്, വീഡിയോ ആണെങ്കിൽ ആ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ CapCutനകത്ത് ഈ വീഡിയോ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ VPN ഓൺ ആക്കിയിട്ട് എഫക്ട്സ് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ബേസിക് ഉണ്ടാവും, ബേസിക്കിനകത്ത് ബ്ലർ ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക നല്ല രീതിയിൽ, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ബ്ലർ. അതിനുശേഷം ആ വീഡിയോ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുക. എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റഡ് ആയ രണ്ടാമത്തെ വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഓവർലേ എന്നുണ്ടാവും, ഓവർലേ ആക്കി കഴിഞ്ഞാൽ അടിയിലോട്ടേക്ക് പോകും. അപ്പോൾ അതിനെ നേരെ കറക്റ്റ് വരുന്ന രീതിയിൽ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക മുകളിലത്തെ വീഡിയോ അനുസരിച്ച്. എന്നിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. നിങ്ങൾക്ക് സാധാരണ അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. ഇതാണ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ ആപ്പ്, ഇതിനൊക്കെ കുറേ റിസ്ക്കൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് VN തന്നെ മതിയല്ലോ, അത് നമുക്ക് കുറച്ച് നല്ല സിമ്പിളായിട്ടുള്ള ആപ്പാണ് ഭയങ്കര. അപ്പോൾ അങ്ങനെയാണ് VN തന്നെ യൂസ് ചെയ്യാം. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് VN ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നത്. ഈ ആപ്പ് നല്ലത് തന്നെയാണ്, ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. പക്ഷേ ഒരു ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻ തോന്നും. അതോ VN ആകുമ്പോൾ അത്ര അതൊന്നും ഉണ്ടാവില്ല. സോ അങ്ങനെയാണെങ്കിൽ VN യൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഫീച്ചേഴ്സുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, കുറച്ച് നല്ല എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ CapCutലേക്ക് മാറാം. സോ ഇന്നത്തെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഈ മൈക്ക്, ഞാൻ ശരിക്കും സാധാരണ ഈ മൈക്ക് യൂസ് ചെയ്യാറില്ല, ഞാൻ മറ്റേ കോളർ മൈക്കാണ് ഉപയോഗിച്ച് ചെയ്യുന്നത്. പിന്നെ ഇത് വെറുതെ ഇരിക്കുമ്പോൾ ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മൈക്കാണ് ഇഷ്ടപ്പെട്ടത് അതോ അല്ലെങ്കിൽ മറ്റേതാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എടുത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ CapCutൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അലൈറ്റ് മോഷൻ്റെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എടുത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.